നമസ്കാരം. ഒരു 40-45 വയസ്സിന് ശേഷമൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ഒക്കെ തന്നെ ചെറിയ കോട്ടം തട്ടാറുണ്ട്. എന്നാൽ ശരിയായിട്ടുള്ള ഒരു പരിഗണന നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിലോ ഇതിൽ വളരെ ചുറുചുറുക്കോടെയും പ്രസരിപ്പോടെയും ഇരിക്കാൻ പറ്റും. ഇതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള ഒരു കുഞ്ഞൻ വിത്താണ്. അതേതാണെന്ന് പറയുന്നതിന് മുമ്പേ ഞാൻ ഡോക്ടർ സജിത ദജിൻ. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഒരുപാടേറെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന പലവിധ പ്രശ്നങ്ങൾക്കുള്ള ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ള സംശയം വേണ്ട. കരിഞ്ജീരകം എന്നാണ്. അനുഗ്രഹത്തിൻ്റെ വിത്താണെന്നും മരണമൊഴികെ ബാക്കിയുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒരു പരിഹാര മാർഗമാണെന്നും എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് കരിഞ്ജീരകം എന്നുള്ളത്. ഇത് പലപ്പോഴായിട്ട് നമുക്ക് അറിയുന്ന ഒരു ഏറ്റവും നല്ലൊരു കാര്യം, ഇത് മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ മുടി നരയ്ക്കുന്നവർക്ക് നല്ലൊരു പ്രതിവിധിയാണ് കരിഞ്ജീരകം എണ്ണയൊക്കെ തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കുന്നത്. മുടി നരകളുടെ ആ ഒരു നരയൊക്കെ മാറ്റിയിട്ട് നല്ല കരുത്തോടെ മുടി വളരാൻ സഹായിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഹെയർസ് വന്നിട്ട് തന്നെ മുടിക്ക് ഉള്ളു കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. അതിന് പുറമെ ഇത് ചർമ്മത്തിൽ പുരട്ടിക്കഴിഞ്ഞാലും തന്നെ ചർമ്മത്തിലുണ്ടാവുന്ന ചുളിവുകൾ അകറ്റാനും അല്ലെങ്കിൽ ചർമ്മത്തിൻ്റെ ആ ഒരു പിഗ്മെൻറ്റേഷനും കരിമല്യം പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും അതിനെയൊക്കെ മാറ്റാനൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പലവിധ ചർമ്മത്തിന് ഡ്രൈ സ്കിന്നായി മാറുന്ന എക്സിമ, സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ, അതിനൊക്കെ ഇത് ആയുർവേദത്തിൽ വളരെ നല്ലൊരു മരുന്നായിട്ടും പറയുന്നുണ്ട്. ശരീരത്തിൽ ദേഹമാസകലം നമുക്ക് വേദനയും നീർക്കെട്ടൊക്കെ ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ 4 ആയുർവേദ പ്രകാരം പറയുന്നത് വാതദോഷം കൂടുന്നതാണ്. അതുപോലെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നതും, അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാവുന്ന ആമം അല്ലെങ്കിൽ ഇൻഡൈജഷൻ നടക്കുന്നത്, അഗ്നിമാന്ദ്യം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ദഹന പ്രവൃത്തിയൊന്നും തന്നെ നമുക്ക് ഇല്ലാണ്ടിരിക്കുന്നത്, ഇത്തരം കാരണങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനെയെല്ലാം ഒഴിവാക്കാൻ പറ്റുന്ന ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് കരിഞ്ജീരകമാണ്. ഈ കരിഞ്ജീരകം നമുക്ക് ഏത് രീതിയിലാണ് നമ്മുടെ ശരീരത്തിലെ വേദനയും നീർക്കെട്ടും കളയുന്നത് എന്നറിയാം. ഹിതം പാകി ചേതന ആമഭജനം ഉഷ്ണം ച വാദഗ്നം കഫനാശനം എന്നുള്ളതും ഈ ചരക സംഹിത സൂത്രസ്ഥാനയിൽ ജീരകത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ ദഹനശക്തി വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ ഇത്തരം ദഹിക്കാതെ കിടക്കുന്ന കാര്യങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ വാതദോഷത്തെ നന്നായിട്ട് കുറയ്ക്കുന്നു എന്നുള്ളത് കൊണ്ടും കഫത്തെ ഉരുക്കിക്കളയാനൊക്കെ സഹായിക്കുന്നതാണ്. ഈ രീതിയിലൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. 1 സ്പൂണ് കരിഞ്ജീരകം, അതുപോലെ 1 മുരിങ്ങയുടെ തണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ടീസ്പൂൺ എടുക്കാം പൗഡർ ഫോമിലാണെങ്കിൽ. ഇത് 1 സ്പൂണ്, അതുപോലെ 1 ഗ്ലാസ് വെള്ളം ഇതിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് വറ്റിച്ച് 1/2 ഗ്ലാസ് ആക്കി മാറ്റിയിട്ട് ഇളം ചൂടോട് കൂടിയിട്ട് രാവിലെ വെറും വയറിൽ കുടിക്കാൻ ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ശരീരത്തിലെ നീർക്കെട്ടും വേദനയൊക്കെ കുറയ്ക്കാനും ശരീരത്തിലെ ദഹന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാനും കൂടെ ഉള്ള ഒരു പ്രതിവിധിയാണ്. രണ്ടാമത്തെ പ്രതിവിധി എന്ന് പറയുന്നത് ചുക്കുപൊടിയാണ്. ചുക്കുപൊടി 1/4 സ്പൂണും 1/2 സ്പൂണ് കരിഞ്ജീരകവും ഇട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് ഇതുപോലെ ഇളം ചൂടോട് കൂടി കുടിക്കാം. പക്ഷെ ശ്രദ്ധിക്കണം, കരിഞ്ജീരകമായാലും ഹോട്ട് പൊട്ടൻസി ഉള്ളതാണ്, അതുപോലെ ചുക്കും രൂക്ഷമായിട്ടുള്ളതാണ്. ഇത് ചില ശരീരപ്രകൃതിക്കാർക്ക്, ശരീരത്തിൽ നല്ല ചൂട് കൂടുതലുള്ള ആളുകൾക്ക്, പിത്തപ്രകൃതി കൂടുതലുള്ളവർക്കൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ കരിഞ്ജീരകം മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ചുക്കും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ പൊട്ടൻസി ഒന്നുകൂടെ കൂടും. ഈ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ഏറെ നല്ലതാണ്. ശരീരത്തിലെ രക്തചംക്രമണം കൂട്ടാനായാലും ശരീരത്തിൽ നീർക്കെട്ടും വേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായാലും ഇത്തരം ഇൻഫ്ലമേഷനെ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു കൂട്ട് പറയാം. കരിഞ്ജീരകം പൊടിച്ചു വെച്ചത് അല്പം വെളിച്ചെണ്ണയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊരു ഓയിലാക്കി തയ്യാറാക്കി എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കത് വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ടിട്ട് മറ്റൊരു തിളയ്ക്കുന്ന വെള്ളത്തിന് പുറത്ത് ഈ പാത്രം വെച്ചിട്ട് അതിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്ന ഡബിൾ ബോയിലിംഗ് മെത്തേഡായാലും മതി. ഈ രീതിയിൽ എണ്ണ തയ്യാറാക്കി എടുത്ത് വേദനയുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുന്നത് ഇതുപോലെ നന്നായിട്ട് രക്തചംക്രമണം കൂട്ടാനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുവഴി നമുക്ക് ഈ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും വേദന നീർക്കെട്ടും കുറയ്ക്കാനും സഹായിക്കും. അതുപോലെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടിപ്പാണ് 1/4 സ്പൂണ് വീതം കരിഞ്ജീരകം, അതുപോലെ അജ്വൈൻ അല്ലെങ്കിൽ അയമോദകം, ഉലുവ എന്നിവ എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിലിട്ട് 1 കപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അല്പം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഇത്
കഴിക്കുന്നതും തന്നെ വളരെയധികം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഇത്തരം സ്റ്റിഫ്നെസ് പോലെയുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു മരവിപ്പ് പോലെയുള്ള അവസ്ഥയോ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇരുന്ന് എണീക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരും ജോയിൻറ്റുകളിൽ ഒരു പിടുത്തമുള്ളവരും വേദനയും നീർക്കെട്ടുള്ളവരും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കുള്ള നല്ലൊരു വഴിയാണ്. ശരീരത്തിൻ്റെ ചൂട് കൂടുതലുള്ളവർ, ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുള്ളവർ അല്ലെങ്കിൽ പ്രഗ്നൻസി കേസിൽ ഇതുപോലുള്ള കേസിലൊക്കെ തന്നെ നിങ്ങൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമല്ലാതെ നേരിട്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇതെല്ലാം ഗുണമുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ശരീരപ്രകൃതി വ്യത്യാസമായിരിക്കും. അതുപോലെ ഇനി ഈ കരിഞ്ജീരകം തന്നെ അല്പം വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് രാവിലെ വെറും വയറിൽ കുടിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ മറ്റെന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അതിനും ഒരുപാടേറെ ഗുണങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രമേഹത്തിന് നല്ലൊരു പ്രതിവിധിയാണ്. ദിവസം 2 ഗ്രാം വീതം കരിഞ്ജീരകം കഴിക്കുന്നത് ഗ്ലൂക്കോസ് ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കാനും ബീറ്റാ സെൽ പ്രവർത്തനം വർദ്ധിപ്പിക്കാനും ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ അതായത് HbA1c കുറയ്ക്കാനൊക്കെ ഫലപ്രദമായിട്ടുള്ളതാണ്. ഒരു കപ്പ് കട്ടൻ ചായയിലേക്ക് ഇത് തൈലം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചേർത്തിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ സാധാരണ നെയ്യൊക്കെ ചേർത്തിട്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇത്തരം ഓയിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം ഇതിൻ്റെ ഓയിൽ ഉപയോഗിക്കാനാണെങ്കിൽ ഉള്ളിലേക്ക്. ഇനി അതല്ലെങ്കിൽ അല്പം കരിഞ്ജീരകം പൊടി ചേർത്തിട്ടും ഈ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കരിഞ്ജീരകത്തിലുള്ളത് കൊണ്ട് പ്രമേഹ രോഗികൾക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലാണ്. അപ്പോൾ പോളിമോണോ അപൂരിത ഫാറ്റി ആസിഡുകളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിലൂടെ ഈ കരിഞ്ജീരകം ഇത്തരം അപകട സാധ്യതയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ പൈൽസ്, മലബന്ധം എന്നിവയ്ക്കുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് ഈ കരിഞ്ജീരകം. ഒരു 2.5 മില്ലിയൊക്കെ കരിഞ്ജീരക തൈലമൊക്കെ നമുക്ക് കട്ടൻ ചായയിൽ ചേർത്ത് കഴിക്കാം കേട്ടോ. ഈ രീതിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിത് ഒരു പൊടി രൂപത്തിൽ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൽ കലക്കിയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ തിളപ്പിച്ച് കഴിക്കാം. ഇത് പൈൽസ് കാരണമുള്ള മലബന്ധത്തിനും നല്ലൊരു പരിഹാരമാണ്. അല്ലെങ്കിൽ വാദം, സന്ധിവേദന ഇവയ്ക്കൊക്കെയുള്ള മരുന്നായിട്ട് ഈ രീതിയിൽ ഉപയോഗിക്കാം. അതുപോലെ ചർമ്മ സൗന്ദര്യത്തിനും ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ നല്ലതാണ്. ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. ചർമ്മത്തിൻ്റെ അലർജി പോലുള്ള പ്രശ്നങ്ങൾക്കും കുരു വരുന്നതിനൊക്കെ ചെയ്യാറുണ്ട് കരിഞ്ജീരക തൈലമോ അല്ലെങ്കിൽ ഇത് ഉള്ളിലേക്ക് എടുക്കുന്നതോ ഒക്കെ. മുഖത്തിന് മൃദുത്വം, തുടിപ്പും ഒക്കെ നൽകുന്നതിൻ്റെ കൂടെ ഇത്തരം എണ്ണ ചൂടുകുരു പോലുള്ള പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. സോറിയാസിസ് ഉള്ളവർ കരിഞ്ജീരകം പുറമെ തേക്കുന്നതും ഒക്കെ തന്നെ ആ തിണർപ്പൊക്കെ മാറാനൊക്കെ സഹായിക്കും. പിന്നെ ശസ്ത്രക്രിയ മൂലമൊക്കെ പെരിറ്റോണിയൽ പ്രതലങ്ങളിൽ പാടുകൾ ഉണ്ടാകുന്നത് തടയാനും കരിഞ്ജീരകം ഉപയോഗപ്രദമാണെന്നുള്ളതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ചർമ്മത്തിൻ്റെ അലർജി പോലുള്ള പ്രശ്നങ്ങൾക്ക് ഏറെ ഉത്തമമാണ്. കരിഞ്ജീരക എണ്ണ ഇതുപോലെ സ്കിന്നിലേക്ക് മാത്രമല്ല മുടിയിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇനി ശരീരത്തിലെ പ്രതിരോധശേഷി നൽകുന്ന ഒന്നുകൂടി ആയതുകൊണ്ട് രാവിലെ വെറും വയറിൽ തേനും കരിഞ്ജീരക ഓയിലും തുല്യ അളവിൽ കലർത്തിയിട്ട് ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഈ കരിഞ്ജീരക ഇട്ട് 1 ടീസ്പൂൺ കരിഞ്ജീരകം 1 കപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഇളം ചൂടോട് കൂടിയിട്ട് അതെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. സ്ത്രീകളിലെ വെള്ളപ്പോക്ക്, അമിത രക്തസ്രാവം, ആർത്തവ സംബന്ധമായ അസ്വസ്ഥതകൾ ഇവയ്ക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ലൈംഗിക ശേഷിക്ക് നല്ലൊരു മരുന്നാണ്. 1 സ്പൂണ് കരിഞ്ജീരകം തൈലമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓറഞ്ച് ജ്യൂസിലോ ചെറുനാരങ്ങ ജ്യൂസിലൊക്കെ കലർത്തി കുടിക്കുന്നത് ഒന്നുകൂടെ ഗുണം നൽകുന്നതാണ്. പിന്നെ വൃഷ്ണത്തിലുണ്ടാകുന്ന നീർവീക്കം തടയാനും കൂടെ ഉള്ളൊരു വഴിയാണ് കരിഞ്ജീരക തൈലം ചേർത്തിട്ടുള്ളത്. അല്ലെങ്കിൽ വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു മാർഗമാണ്. ഇനി പുതിനയിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കരിഞ്ജീരക തൈലം കലർത്തിയിട്ട് കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ പുതിനയില തന്നെ കരിഞ്ജീരകം ഇട്ട് തിളപ്പിക്കുന്ന വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് ചേർക്കുന്നതും നല്ലതാണ്. ബ്രെയിനിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമായിട്ടുള്ളതാണ്. ഓർമ്മശക്തിക്ക്, ബുദ്ധിശക്തിക്ക് ഒക്കെ നമ്മൾ കരിഞ്ജീരകം ഉപയോഗിക്കുന്നുണ്ട്. ഇതിലെ തൈമോക്കിനോൺ എന്ന ഘടകം പാർക്കിൻസൺസ്, ഡിമെൻഷ്യ രോഗങ്ങളിലെ ന്യൂറോണുകളെയൊക്കെ തന്നെ വിഷമുക്തമാക്കി സംരക്ഷിക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. തീക്ഷ്ണോഷ്ണം കടുപാകഞ്ചു രുച്യം മേധാഗ്നിവർദ്ധനം ലഘുശ്ലേഷ്മാനിലഗ്നഞ്ച ഗന്ധാഢ്യം ജീരകദ്വയം. ഇത് പറയുന്നത് അഗ്നിദീപ്തികരമായിട്ടുള്ള നല്ല വിശപ്പ് ഉണ്ടാക്കുന്നുണ്ട്, മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നുണ്ട്, അതുപോലെ വയറിൽ ഉണ്ടാവുന്ന ഒരു നീർവീഴ്ച ഉണ്ടല്ലോ അതുപോലെയുള്ള പ്രശ്നങ്ങൾ, ഉദരകൃമി അല്ലെങ്കിൽ ഉരുണ്ട് കയറ്റം ഇങ്ങനെയുള്ളതൊക്കെ ശമിപ്പിക്കുമെന്നും പറയുന്നുണ്ട്. അർശസും നേത്രരോഗങ്ങൾ, പനി ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ്. നൈകൈല സറ്റവയുടെ അതായത് ഇതിൻ്റെ വിത്ത് എള്ളെണ്ണയിൽ അരച്ച് പുറമെ നമുക്ക് പുരട്ടിയാൽ തന്നെ ചർമ്മരോഗം ശമിക്കുന്നത് കണ്ടിട്ടുണ്ട്. 2-3 ഗ്രാം വിത്ത് പൊടിച്ച് നമ്മൾ മോര് കലക്കി കുടിച്ചാൽ ഇക്കിളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറും. 2 ഗ്രാം വിത്താണെങ്കിൽ തന്നെ പൊടിച്ച് ദിവസം 3 നേരം വീതം കഴിച്ചാൽ അതിസാര രോഗങ്ങൾ ഉണ്ടല്ലോ, ദഹനം ശരിയാവാത്ത രീതിയിൽ ഉണ്ടാവുന്ന അത്തരം രോഗങ്ങൾ, അഗ്നിമാന്ദ്യം, വായ്നാറ്റം പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ നല്ലതാണ്.
അതുപോലെ കാരംകാർവിയുടെ വിത്ത്, കായം, ശുദ്ധി ചെയ്ത കൊടുവേലി ഇവ ഓരോന്നും 10 ഗ്രാം വീതം 250 മില്ലി വെള്ളത്തിൽ കഷായം വെച്ച് 50 മില്ലി ആക്കിയൊക്കെ വറ്റിച്ചിട്ട് ഒരു 15 മില്ലി വീതം രാവിലെയും വൈകിട്ടും കുടിച്ചാൽ ഇങ്ങനെ ഉണ്ടാവുന്ന വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ ശരിയായിട്ട് ദഹനം നടക്കാത്തത്, അരുചി, സ്വാദില്ലാത്ത പ്രശ്നങ്ങൾ, ഉദരകൃമി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ നല്ലതാണ്. പിന്നെ ഗർഭാശയ ശുദ്ധിക്കും സ്തന്യവർദ്ധനയ്ക്കും ഒക്കെ തന്നെ നല്ലതാണ്. കരിഞ്ചീരകം, കാർഗോഗിലരി, മഞ്ഞൾ, ഗുഗ്ഗുലു ഇവ സമം എടുത്ത് വിധിപ്രകാരം എണ്ണ കാച്ചി പുറമേ പുരട്ടിയാൽ ചർമ്മത്തിലുണ്ടാവുന്ന മിക്ക രോഗങ്ങൾക്കും ഏറ്റവും നല്ല പ്രതിവിധിയാണ്. പിന്നെ ജീരകാദി, അരിഷ്ടം, പഞ്ചജീരക ഗുണം, കച്ചൂരാദി ചൂർണം, നാരായണ ചൂർണം ഇവയിലൊക്കെ തന്നെ ഈ കരിഞ്ജീരകം ഒരു പ്രധാന ചേരുവയായിട്ട് ഉപയോഗിക്കുന്നത് കൂടിയാണ്. അപ്പോൾ ഇത്രയേറെ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് കരിഞ്ജീരകം. വേണ്ട രീതിയിൽ ഇതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.